ഞങ്ങളുടെ കുടുംബത്തിനും എനിക്കും ഫാമിലിക്കും വന്ന നഷ്ടം, അതായത് അച്ഛൻ പോയി, അതൊരിക്കലും നികത്താനാവില്ല. ബട്ട് ഈ ഒരു ഇത്രയും ഗ്രീഫിലും ഒരു കംഫർട്ടിങ് ന്യൂസ് ആയിട്ടാണ് അത് കാണുന്നത്. എന്നെ പോലെയുള്ള പല വിക്ടിംസിനും, അത് കണ്ടു നിന്നവർക്കും ഇത് ഏതെങ്കിലും ഒരു സോർട്ട് ഓഫ് ക്ലോഷർ പോലെ, ഒരു ജസ്റ്റിസ് ബീങ് സെർവ്ഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ ഇപ്പം ഞങ്ങൾ ഇന്നസെന്റ് ടൂറിസ്റ്റ്, നമ്മളെപ്പോലത്തെ ഇന്നസെന്റ് ടൂറിസ്റ്റിനെയാണ് അവർ അറ്റാക്ക് ചെയ്തത്. അതിന് പകരം ഇന്ത്യ തിരിച്ചടിച്ചത് അത്രയും കവേർഡ് ആവാണ്ട് കറേജിയസ് ആയിട്ട് കറക്റ്റ് സ്പോർട്സ് മാത്രം ഫൈൻഡ് ചെയ്ത് തിരിച്ചടിച്ചതിലും ഞാൻ ഐ എം വെരി പ്രൗഡ് ബീങ് ഇന്ത്യൻ ലൈക്ക് ദിസ്. കറക്റ്റ്, യാ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടു. യാ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ പേരും അത് കണ്ടപ്പോൾ ആക്ച്വലി അത് എൻ്റെ കണ്ണ് നിറഞ്ഞാണ് പോയത്. കാരണം എൻ്റെ അച്ഛനാണ്, അതുപോലെ പലരുടെയും ഹസ്ബൻഡ്, ബ്രദർ, അങ്കിൾ, ഞാൻ പലരും അങ്ങനെ മീറ്റ് ചെയ്തു അവിടെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു പേരിനേക്കാളും വേറൊരു പേരും അതിന് ആപ്റ്റ് അല്ല എന്ന് തോന്നുകയാണ്. സോ ഹൂഎവർ ഹാവ് നെയിംഡ് ഇറ്റ്, a big salute to them as well. കുറച്ചധികം നാളായിട്ട് പലതരത്തിലുള്ള രാജ്യം അതിനെ നോക്കി കാണുന്നുണ്ടല്ലോ സംഭവത്തിന് ശേഷം. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇങ്ങനെ അതെ, നേരത്തെ തന്നെ ആരതിയൊക്കെ ഇപ്പം നമ്മളെല്ലാവരും എല്ലാവരെയും പോലെ ഞങ്ങളും ന്യൂസിൽ കൂടിയല്ലേ അറിയുന്നുള്ളൂ എന്തൊക്കെയാണ്. അപ്പം നമ്മളും ന്യൂസ് ക്ലോസ്ലി പറ്റുന്ന സമയത്തൊക്കെ നോക്കിയിരുന്നു എങ്ങനെയാണ് ഇന്ത്യ തിരിച്ചടിക്കുക, എന്താണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ രാവിലെ ഇത് കേട്ടപ്പോൾ ഒരു റിലീഫ് പോലെയാണ് തോന്നിയത്. നമുക്കായിട്ടൊന്നും പോയി ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേണ്ടി രാജ്യം ഇങ്ങനെ ചെയ്യണത് വളരെയധികം നന്ദിയും ആൻഡ് ഇപ്പൊ എനിക്ക് വളരെ പ്രൗഡ് ഫീലിംഗ് ആണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിലേക്ക് വരുന്ന ഏത് ടെററിസ്റ്റ് അറ്റാക്കിനെയും ഇതേപോലെ ഇല്ലാതാക്കണം എന്നും ഇന്ത്യയിൽ ഉള്ള നമ്മളെപ്പോലെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഈ തീവ്രവാദം അത് എൻഡ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതുപോലെ ഇന്ത്യ തിരിച്ചടിക്കണം. ഈ അപകടം നടന്ന ഈ ഭീകരാക്രമണം നടന്ന 15-ാം നാളുള്ള തിരിച്ചടിയാണ്. പാകിസ്ഥാൻ അവകാശപ്പെട്ടതുപോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണ്. അവരുടെ ഭീകരവാദ ട്രെയിനിങ് ക്യാമ്പുകൾ, നഴ്സറികൾ പോലും ഈ ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു രാജ്യത്തെ ഒരു പൗരൻ നിലയിൽ ഈ ആക്രമണത്തിലൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നത്? ഞാൻ ഒബ്വിയസ്ലി പ്രൗഡാണ്. കാരണം നമ്മളെ പോലത്തെ ആൾക്കാർക്ക് അവര് വന്നത് നമ്മളെ പോലെ ഇന്നസെന്റ് ആയിട്ട് നമ്മുടെ രാജ്യം കാണാൻ പോയി. നമ്മളുടെ രാജ്യത്താണ് നമ്മൾ നിന്നിരുന്നത്, നമ്മുടെ മണ്ണിലാണ് നമ്മൾ നിന്നിരുന്നത്. ആ മണ്ണിലാണ് അവര് വന്ന് നമ്മളെ ഒരു ദാക്ഷിണ്യവും ദയില്ലാണ്ട് ബ്രൂട്ടലി പെണ്ണുങ്ങളുടെ, അമ്മമാരുടെ, എൻ്റെ അച്ഛനായിരുന്നു, അതേമാതിരി വൈഫ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് കൊന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ തിരിച്ച് മറുപടി കൊടുത്തതിൽ വളരെയധികം അഭിമാനിക്കുന്നു. നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഹോപ്പ് ആൻഡ് പ്രേ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ അവിടെ പോയി വേറെ ഒന്നും നമുക്ക് ഫ്രണ്ടിൽ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഐ എം വെരി പ്രൗഡ് ബീങ് ആൻ ഇന്ത്യൻ ലൈക്ക്. തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നു. പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചിരുന്നു. പിന്നെ എപ്പോഴാണ് കറക്റ്റ് ടൈം എന്നുള്ളത് അവർക്ക് ഉണ്ടാവില്ല ഓരോ പ്ലാൻ. അപ്പൊ അത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്നു അവരെ കറക്റ്റ് കിട്ടണേ. ഞാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഈ ഒരു ഇതിനല്ല, അല്ലാണ്ടുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ടാവണത് എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു, ഇനി ഞാൻ ചെയ്യും. അപ്പോൾ ഇതില് ഈ പറഞ്ഞ പോലെ നഷ്ടം നികത്താൻ പറ്റില്ല. അച്ഛനെ എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഞാൻ കണ്ട കാഴ്ചകൾ എൻ്റെ കണ്ണീന്നോ മനസ്സിന്നോ ഇനി എൻ്റെ മരണം വരെ മാറില്ല. പക്ഷെ ഇതില് ഞാൻ ഒരു കംഫർട്ട് ഉണ്ട്. ആൻഡ് ഐ എം ബീങ് വെരി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ജയ് ഹിന്ദ്.